റവയും പഴവും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു നേന്ത്രപ്പഴം ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നീളത്തിൽ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പഴുത്ത് കറുത്ത് തുടങ്ങിയ പഴമൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സമയത്ത് നമുക്കിത് കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ അത്ര പഴുത്തിട്ടില്ല, അതുകൊണ്ടാണ് നേർത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇനി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. ഇത് ഈ ഒരു നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കാനാണ് പോകുന്നത്. പഴം നെയ്യിൽ വഴറ്റിയെടുക്കുമ്പോഴാണ് രുചി കൂടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ രുചി ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ മാത്രം റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലും കുറച്ചൊന്ന് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആക്കണ്ട, ഒരു ചെറിയ ലൈറ്റ് ബ്രൗണിഷ് ആയാൽ മതി. ഈ ഒരു പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ടാകും. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇത് നമുക്ക് ഇനി നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ വീണ്ടും ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു തേങ്ങ നെയ്യിൽ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യിൽ തേങ്ങ മൂപ്പിച്ചെടുക്കുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വറുത്ത നേർത്ത അവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറക്കാത്ത അവലാണെങ്കിൽ ആദ്യമേ ഒന്ന് ചെറുതായിട്ട് വറുത്തതിന് ശേഷം ചേർത്ത് കൊടുത്തോളൂ. ഒരുപാട് കട്ടിയുള്ള അവൽ ഉപയോഗിക്കേണ്ട, നേർത്ത അവൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നിതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 1/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കരയിൽ അഴുക്കുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് ശർക്കര പാനിയാക്കിയിട്ട് അരിച്ച് ചേർത്താലും മതിയാകും. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് നട്ട്സ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നട്ട്സും കിസ്മിസൊക്കെ ചേർത്ത് കൊടുത്താലും രുചി ഒന്നും കൂടെ കൂടും. ഇനി ഇതിലായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് നേർത്ത വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചെറു ചൂടോട് കൂടിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും റവയൊക്കെ ആ ഒരു പാലിൽ കിടന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും. നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരം വെള്ളം ചേർത്താലും മതിയാകും. പാലാകുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. ഇപ്പോൾ അതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. ഈ ഒരു കൂട്ടിന് ഒരു ഇളം മധുരം കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പാൽ ആവശ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ദാ ഈ ഒരു രീതിക്കാണ് കൂട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് കട്ടിയല്ല, ഒരുപാട് ലൂസും അല്ല. ആ ഒരു രീതിക്ക് വേണം കൂട്ട് തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഒരു ബാറ്ററി ചുട്ടെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 1/2 തവിയോളം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോയിലാക്കി വെച്ചോളൂ, അല്ലാതുണ്ടെങ്കിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് നേർത്ത് തന്നെ ഞാനിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഉണങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഓഫാക്കി വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് പഴം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. 4 സ്ലൈസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആവിൽ തേങ്ങ ആ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ക്രഞ്ചി ആയിട്ടാണ് ഉണ്ടാകുക. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കടിക്കാൻ കിട്ടും. ഇതും ഒരു ലെയറായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതിൻ്റെ ഒരു ഭാഗം പിടിച്ച് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാനിൽ വെച്ച് തന്നെ ചെയ്തെടുക്കണം എന്നില്ല, പുറമേ വെച്ചും നന്നായിട്ട് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. പാനാകുമ്പോൾ ഒരു ചെറിയ ചൂട് കാണും.
അപ്പോൾ ഈ ഒരു രീതിക്ക് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒന്നും കൂടെ ക്രിസ്പിയായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്ക് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ഒന്ന് ആ ഒരു ഭാഗം മൊരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു ഭാഗം മൊരിഞ്ഞ് വന്നതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുത്ത് അടുത്ത ഭാഗം കൂടെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടുകൂടി സെർവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പുറമേത്തെ കവറിങ് ഒരല്പം ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ചൂടാറുമ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴവും അവലും റവയും ഒക്കെ ഉപയോഗിച്ചുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.